നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജന്മിവാഴ്ച അവസാനിപ്പിച്ചതിന്റെ 55-ാം വാർഷികാഘോഷം കോട്ടയത്ത്. ജന്മിവാഴ്ച അവസാനിപ്പിച്ച് മാറ്റത്തിന് വഴിയൊരുക്കിയത് സി അച്യുതമേനോൻ സർക്കാരെന്ന് ബിനോയ് വിശ്വം. നവരാത്രി പുണ്യവുമായി പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി. പൂജവയ്പ് ഭക്തിസാന്ദ്രം. വിദ്യാദേവതയുടെ അനുഗ്രഹം തേടി ഭക്തർ. മലരിക്കൽ ആമ്പൽ വസന്തത്തിൽ 5 കോടി രൂപയുടെ വരുമാനം. സീസൺ ഒക്ടോബർ 5-ന് അവസാനിക്കും. പുതിയകാവിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനം. യജ്ഞസമർപ്പണത്തിൽ പങ്കെടുത്ത് നൂറുകണക്കിന് ഭക്തർ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ജന്മിവാഴ്ച അവസാനിപ്പിച്ച് സമഗ്ര മാറ്റത്തിന് വഴിയൊരുക്കിയത് സി അച്യുതമേനോൻ സർക്കാരായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് ജന്മിവാഴ്ച അവസാനിപ്പിച്ചതിന്റെ 55-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ജന്മിവാഴ്ച അവസാനിപ്പിച്ചതിന്റെ 55-ാം വാർഷികാഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നടന്നു. കേരളത്തിൽ ജന്മിവാഴ്ച അവസാനിപ്പിക്കാനും സമഗ്ര മാറ്റത്തിനും വഴിയൊരുക്കിയത് സി അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് മാത്രം 40 ലക്ഷത്തോളം കുടിയാന്മാർക്കും പാട്ടക്കുടിയാന്മാർക്കും ഭൂമി ലഭിച്ചു. ചുരുങ്ങിയ കാലത്തിനിടയിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനൊപ്പം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. എന്നാൽ ചിലർ ഇതെല്ലാം മറച്ചുവെച്ച് ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജന്മത്വം മുളപ്പിച്ചു കൊടുത്ത ഫുഡൽ വാഴ്ചകളുടെ അവശിഷ്ടമായ എല്ലാത്തിനെയും തിരികെ വിളിക്കാനായി ശ്രമിക്കുന്ന BJP വാഴ്ചയെ ചെറുക്കാൻ വേണ്ടിയുള്ള മഹാസമരത്തിൽ മുന്നോട്ട് പോകേണ്ട വേളയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം ഭൂതകാലത്തെ പറ്റി പറയുന്നത് സത്യത്തെ മൃഗപ്പെടുക്കാൻ വേണ്ടിയാണ്. ആ സത്യം പറയുവാൻ BKME ഉണ്ടാകും, ആ സത്യം പറയാൻ CPI ഉണ്ടാകും. സത്യം പറയാൻ വേണ്ടിയാണ് LDF എന്ന് CPIക്കും ബോധ്യമുണ്ട്, BKMEനും ബോധ്യമുണ്ട്. ആരെങ്കിലുമെല്ലാം എന്തെല്ലാം കാരണത്തിലാകാൽ പോലും സത്യത്തെ മറികടക്കാനോ അല്ലെങ്കിൽ അതിനെ കണ്ണടച്ച് ചെറുതാക്കാൻ ശ്രമിച്ചാൽ സത്യം അങ്ങനെ മാഞ്ഞു പോകുകയില്ല. സത്യം അജയ്യമാണ്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടന്ന യോഗത്തിൽ BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KE ഇസ്മായിൽ, K രാജു, PK കൃഷ്ണൻ, CK ശശിധരൻ, അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് VB ബിനു, OPA സലാം, A മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവരാത്രി ആഘോഷങ്ങളിൽ പ്രാധാന്യമുള്ള ചടങ്ങാണ് പൂജവയ്പ്. ദക്ഷിണ മൂകാംബി, പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലും ജില്ലയിലെ മറ്റു ക്ഷേത്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങൾ പൂജവയ്പിന് ഒരുക്കി. രാപ്പകലുകൾ നീളുന്ന നവരാത്രി ഉത്സവത്തിൽ പ്രധാനമാണ് പൂജവയ്പ്. നവരാത്രി കാലത്ത് 9 ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത്. 9 ദിവസത്തെ യുദ്ധത്തിലൂടെ മഹിഷാസുരനെ നിഗ്രഹിച്ച ദേവിയുടെ ജൈത്രയാത്രയുടെ ദിവസമാണ് 10ാം നാളായ വിജയദശമി. ദേവി യുദ്ധം ചെയ്ത 9 ദിവസങ്ങളിൽ എല്ലാം വെടിഞ്ഞുള്ള ദേവീഭജനവും 10ാം നാൾ പുതിയ തുടക്കമായ വിദ്യാരംഭവും നടക്കും. നവരാത്രി ആഘോഷത്തിലെ സുപ്രധാന ചടങ്ങാണ് പൂജവയ്പ്. വിദ്യാവിജയത്തിനും തങ്ങളുടെ പ്രവൃത്തികൾ പൂർവ്വ നന്നായി ചെയ്യുന്നതിനും വേണ്ടിയാണ് ദുർഗാഷ്ടമി നാളിൽ പൂജ വയ്ക്കുന്നത്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ നവരാത്രി നാളുകളിൽ നടന്നുവന്ന കലോപാസനയിൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. തിരുവാതിര, സംഗീതാർച്ചന, സോപാന സംഗീതം എന്നിവയിലെല്ലാം കലാ ആസ്വാദകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിലെ ആമ്പൽ വസന്തം ഒക്ടോബർ 5-ന് അവസാനിക്കും. ഇത്തവണ 5 കോടി രൂപയുടെ വരുമാനമാണ് മലരിക്കൽ ആമ്പൽ വസന്തത്തിലൂടെ നേടിയത്. ഇത്തവണത്തെ മലരിക്കൽ ആമ്പൽ വസന്തം വഴി 5 കോടി രൂപയുടെ വരുമാനം ലഭിച്ചെന്ന് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ കണക്ക്. ആമ്പൽ വസന്തം കാണാനായി തയ്യാറാക്കിയ വള്ളങ്ങൾക്കാണ് ഇതിൽ ഭൂരിഭാഗം വരുമാനവും ലഭിച്ചത്. കൂടാതെ ആമ്പൽപ്പൂ വിൽപ്പന, പാർക്കിംഗ് സൗകര്യം ഒരുക്കൽ, ശുചിമുറി സൗകര്യം ഒരുക്കൽ, ചെറുകിട കച്ചവടം എന്നിവ വഴിയും വരുമാനം ലഭിച്ചു. 220 വള്ളങ്ങളാണ് സഞ്ചാരികൾക്കായി തയ്യാറാക്കിയത്. 80ഓളം പേരാണ് പാർക്കിംഗ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയത്. നാട്ടുകാർക്ക് നേരിട്ട് തുക കയ്യിൽ
തൊഴിൽ ലഭിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഏറ്റവും വലിയ വിജയിച്ച മാതൃകയാണ് മലരിക്കലെന്നും ടൂറിസം സൊസൈറ്റി പ്രവർത്തകർ പറയുന്നു. മലരിക്കൽ ആമ്പൽ വസന്തം ഒക്ടോബർ 5-ന് അവസാനിക്കും. ആമ്പൽ വസന്തം നടക്കുന്ന ജെ ബ്ലോക്ക് 9000 തിരുവായ്ക്കരി പാടശേഖരങ്ങളിലെ കൃഷിക്കായി വെള്ളം വറ്റിച്ചു തുടങ്ങിയതോടെയാണ് സീസണിലെ ആമ്പൽ കാഴ്ചകൾ അവസാനിക്കുന്നത്. മലരിക്കൽ ആമ്പൽ വസന്തത്തിലെ ഏറ്റവും നീണ്ട സീസൺ കൂടിയാണ് ഈ വർഷം കടന്നു പോകുന്നത്. മെയ് 15-നാണ് ഈ വർഷത്തെ സീസൺ ആരംഭിച്ചത്. ഒക്ടോബർ 5-ന് സീസൺ അവസാനിപ്പിച്ചാൽ 144 ദിവസമാണ് ഈ വർഷത്തെ സീസൺ. സാധാരണ ജൂണിലാണ് മലരിക്കൽ സീസൺ ആരംഭിക്കുന്നത്. കൊയ്ത്ത് നേരത്തെ അവസാനിപ്പിച്ച് വെള്ളം കയറ്റിയതോടെ തിരുവായ്ക്കരി പാടശേഖരത്തിൽ ഇക്കുറി നേരത്തെ ആമ്പലുകൾ പൂത്തു. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ തിരുവാർപ്പ് പഞ്ചായത്തിലെ 1800 ഏക്കറുള്ള ജെ ബ്ലോക്ക് 9000, 820 ഏക്കറുള്ള തിരുവായ്ക്കരി പാടശേഖരങ്ങളിലാണ് ആമ്പൽ വിരിയുന്നത്. മീനച്ചിൽ മീനന്തറയാർ കൊടൂരാർ പുനർസംയോജന പദ്ധതിയിൽ ഗ്രാമീണ വിനോദസഞ്ചാര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2018-ലാണ് മലരിക്കൽ ആമ്പൽ വസന്തം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി. നൂറുകണക്കിന് ഭക്തർ യജ്ഞ സമാപനത്തിൽ പങ്കാളികളായി. കഴിഞ്ഞ ഒരാഴ്ചയായി പൊൻകുന്നം പുതിയകാവ് ക്ഷേത്ര പരിസരത്തെ ഭക്തിയിലാഴ്ത്തി നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ഉദ്ധവരുടെ ബദരി യാത്ര, ഭഗവാന്റെ സുധാമ പ്രാപ്തി, കൽക്കി അവതാരം, പരീക്ഷിത്തിന്റെ മുക്തി, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്ത ശേഷം ഭാഗവത സംഗ്രഹം വായിച്ചു. മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ. വിവേകവും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് അവനവനെ കുറിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അവനവനെ അറിയുന്നതിലൂടെ, ഈ മോക്ഷം നേടിയെടുക്കുന്നതിലൂടെ ഈ സമൂഹത്തിന് അനേകം ഗുണങ്ങളുണ്ടാകും. അല്ലാതെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അല്ലേ, അത് നേരെ തിരിച്ചു പറയാം. എന്ത് ചെയ്യണം? നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവരന് സുഖത്തിനായി വരയണം, അല്ലെങ്കിൽ അസുഖത്തിനായി വരാൻ പാടില്ല. തുടർന്ന് യജ്ഞസമർപ്പണവും ആചാര്യദക്ഷിണയും നടന്നു. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു യജ്ഞം. ഇന്നാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂജവയ്പ്. ദുർഗാഷ്ടമിയും മഹാനവമിയും കടന്ന് വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള കോൺഗ്രസ് എം പാറത്തോട് മണ്ഡലം കൺവെൻഷൻ ഒക്ടോബർ 2-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് കൺവെൻഷൻ. 3 മണിക്ക് പാറത്തോട് ടൗണിൽ നിന്നും റാലി ആരംഭിക്കും. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് KJ തോമസ് കട്ടക്കൽ, പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഡയസ് കോക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MPക്ക് സ്വീകരണം നൽകുന്ന പ്രോഗ്രാം ഒക്ടോബർ മാസം 2-ാം തീയതി 3:30 ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടും. കൺവെൻഷനോട് അനുബന്ധിച്ച് ചെയ്യുന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് കട്ടക്കിൽ അധ്യക്ഷത വഹിക്കുന്നു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യുന്നു. യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുറുക്കൻ MLA മുഖ്യപ്രഭാഷണം നടത്തുന്നു. ആദ്യകാല പാർട്ടി അംഗങ്ങളെയും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും പാലാ നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി നടത്തി. സ്കൂൾ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പാലാ നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ഒക്ടോബർ 2 വരെ നീളുന്ന സ്വച്ഛോത്സവത്തിൽ വിവിധ തരത്തിലുള്ള മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. പാലാ കുരിശുപള്ളിക്കവലിൽ നിന്നും ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലിയിൽ MG ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ശുചിത്വ സന്ദേശം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലസിക്കുട്ടി മാത്യു, കൌൺസിലർമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ.
മീനച്ചിൽ ലാറ്റക്സ് ഫാക്ടറിക്ക് എതിർവശമുള്ള സ്വകാര്യ പുരയിടത്തിൽ മാലിന്യം തള്ളുന്നതായി പരാതി. ലോഡ് കണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. മുണ്ടുപാലം കരൂർ റോഡിൽ മീനച്ചിൽ ലാറ്റക്സ് ഫാക്ടറിക്ക് എതിർവശമുള്ള സ്വകാര്യ പുരയിടത്തിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. റോഡിനോട് ചേർന്ന് അല്പം താഴ്ചയുള്ള റബ്ബർ തോട്ടത്തിന്റെ ഭാഗത്ത് ലോഡ് കണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത്. ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും നിറച്ചാണ് വാഹനത്തിൽ എത്തിച്ച ഇവ തള്ളുന്നത്. അറവുശാല മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ തള്ളുന്നുണ്ട്. മഴ പെയ്ത് കുതിർന്ന് ചീഞ്ഞളിയുമ്പോൾ കടുത്ത ദുർഗന്ധമാണ് ഈ പ്രദേശത്ത്. എതിർവശത്ത് നഗരസഭയുടെ പ്ലാസ്റ്റിക് കുപ്പി ശേഖരണത്തിനായിട്ടുള്ള ഇരുമ്പ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടേക്ക് മത്സ്യാവശിഷ്ടങ്ങളും ചത്ത എലി, ചെറു വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവയും രാത്രിയുടെ മറവിൽ വലിച്ചെറിയുന്നുണ്ട്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജന്മിവാഴ്ച അവസാനിപ്പിച്ചതിന്റെ 55-ാം വാർഷികാഘോഷം കോട്ടയത്ത്. ജന്മിവാഴ്ച അവസാനിപ്പിച്ച് മാറ്റത്തിന് വഴിയൊരുക്കിയത് സി അച്യുതമേനോൻ സർക്കാരെന്ന് ബിനോയ് വിശ്വം. നവരാത്രി പുണ്യവുമായി പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി. പൂജവയ്പ് ഭക്തിസാന്ദ്രം. വിദ്യാദേവതയുടെ അനുഗ്രഹം തേടി ഭക്തർ. മലരിക്കൽ ആമ്പൽ വസന്തത്തിൽ 5 കോടി രൂപയുടെ വരുമാനം. സീസൺ ഒക്ടോബർ 5-ന് അവസാനിക്കും. പുതിയകാവിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം. യജ്ഞസമർപ്പണത്തിൽ പങ്കെടുത്ത് 100 കണക്കിന് ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.